ഹലോ ഗൈസ്, വെൽക്കം മൈ ചാനൽ ജോവിയോ ക്രാഫ്റ്റ്സ്. ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നിപ്പം ഞാൻ ഫസ്റ്റ് തന്നെ മെൻഷൻ ചെയ്തേക്കുന്ന പോലെ തന്നെ ഷാരൂഖ് ഖാൻ വെയർ ചെയ്ത ഒരു ഡ്രസ്സിൻ്റെ ഒരു വേസ്റ്റ് ബാൻഡ് ഡിസൈനിങ്ങിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത്. സോ നിങ്ങൾ സ്റ്റാർട്ട് ടു എൻഡ് വരെ നിങ്ങൾ കാണുക. ഞാനത് സ്റ്റിച്ചിങ് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നതെന്ന് എല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലുപരി ഇതൊരു കസ്റ്റമർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് ഒരു ഫേമസ് യൂട്യൂബ് വ്ളോഗറാണ് ആൾ. അപ്പം ആൾ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആളുടെ പേര്, യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാനിപ്പോൾ മെൻഷൻ ചെയ്യുന്നില്ല, ബിക്കോസ് ആൾക്ക് ഇത് റിവീൽ ചെയ്യാനുള്ളതാണ്. സോ അതുകൊണ്ട് ഞാനത് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും ഇത് ആളുടെ ഔട്ട് എന്തായാലും അത്യാവശ്യം ഫേമസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്നുള്ളത്. ഇപ്പം ഞാനത് എന്തായാലും ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. സോ ഷാരൂഖ് ഖാൻ വെയർ ചെയ്ത ആ ഒരു ബേസ് ബാൻഡിൻ്റെ മേക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നല്ല ഗൗൺ സാറ്റിൻ എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള സാറ്റിനാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പം ആൾക്ക് ഞാൻ ഓൾറെഡി ഒരു വേസ്റ്റ് ബെൽറ്റ് ടു ബോ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഒരു ഐറ്റം ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. സോ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ആളിപ്പം നെക്സ്റ്റ് ഒരു ഓർഡർ പ്ലേസ് ചെയ്താണിത്. ഇത് നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു ഓപ്പൺ ടൈയും കൂടെ ചെയ്യാനുണ്ട്. സോ ആഫ്റ്റർ ഞാനിത് കൊറിയർ ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത്, ഇപ്പോൾ വേസ്റ്റ് ബാൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു 7 ഇഞ്ച് വിഡ്ത്തിലാണ് വേസ്റ്റ് ബാൻഡ് ഔട്ട് ലാസ്റ്റ് വരുന്നത്. സോ അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റിൽ ഞാനത് കട്ട് ചെയ്തിട്ടെടുക്കുന്നു. ലൈനിങ് ആണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ക്രേപ്പാണ് ഞാൻ ലൈനിങ് കൊടുത്തേക്കുന്നത്. നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത്. മെയിൻ പീസും വരുന്നത്, ലൈനിങ് പീസ് ഞാൻ എടുത്തേക്കുന്നത്. ഫസ്റ്റ് തന്നെ ലൈനിങ് പീസും ആ ഒരു കട്ട് ചെയ്തേക്കുന്ന ഗൗൺ സാറ്റിൻ്റെ പീസും കൂടി നമ്മൾ വൺ സൈഡ് അറ്റാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചുൾട്ടയായിട്ട് ഇടാൻ വേണ്ടിയുള്ളതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ലൈനിങ് വൺ സൈഡ് അറ്റാച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ആ ഗൗൺ സാറ്റിനേൽ നമ്മളത് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലീറ്റ്സ് മീൻസ് ഇങ്ങനെ ഒരേ മെഷർമെൻറ്റിൽ തന്നെ ജസ്റ്റ് 1 ഇഞ്ച് ഇടേണ്ടവർക്ക് 1 ഇഞ്ച് ഇടാം. നമുക്കൊരു 8 ഫ്ലീറ്റ് വരുന്ന രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ആളുടെ മെഷർമെൻറ്റ്, വേസ്റ്റ് മെഷർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള ആ ഒരു വിഡ്ത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണോ വെയർ ചെയ്യാനുള്ള ആളുടെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തേച്ചാൽ മതി. ഞാൻ വൺ സൈഡ് ഫ്ലീറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലും ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗൗൺ സാറ്റിൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, നല്ല തിക്കായതുകൊണ്ട് തന്നെ അത് 2 സൈഡിലും ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്താലും നല്ല പാടാണ്. പിടിച്ച് അയൺ ചെയ്ത് ഓരോ ഫ്ലീറ്റും ഫുള്ള് ഫിക്സ് ചെയ്യണം. ബിക്കോസ് ഒരു 33, 32 ഒക്കെ ഒരു 32.5, 33 അത്രയും വേസ്റ്റ് വരുന്ന ഒരാളാണ്. സോ അറിയാമല്ലോ, അത്രയും ലെങ്ത്തിൽ നമുക്ക് ഫ്ലീറ്റ്സ് അയൺ ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ നല്ല പണിയാണ്. നല്ല പണിയായിരുന്നാലും ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ ചെയ്തു. കുറച്ച് ടൈം എടുത്തു ഇത് ചെയ്ത് തീർക്കാൻ വേണ്ടി. നിങ്ങളെന്തായാലും സ്റ്റാർട്ട് ടു എൻഡ് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതർ സൈഡും ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും കൗണ്ട് ചെയ്ത് വെച്ച് ഈക്വലായിട്ട് തന്നെ ഒരു 7 to 8 ഫ്ലീറ്റ്സ് 2 സൈഡിലും ഇട്ടിട്ടുണ്ട്. ഇനിയുള്ള പാടെന്ന് വെച്ചാൽ നമുക്ക് സെൻറ്റർ പോർഷൻ ഓരോ ഫ്ലീറ്റ്സും 2 എൻഡ് ടു എൻഡ് പിടിച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ അയൺ ചെയ്തിട്ട് എടുക്കണം. അയൺ ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, വെറുതെ ലെങ്തി വീഡിയോ ആക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് ആ ലൈനിങ്ങിൻ്റെ പോർഷൻ അതുകൂടെ അറ്റാച്ച് ചെയ്തേക്കുന്നതിൻ്റെ അവിടെ നിന്ന് തന്നെ ഞാനത് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ അലവൻസ് ഒന്നും വെളിയിലോട്ട് നിൽക്കത്തില്ലാത്ത രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യുവാണ്. അതിൻ്റെ എൻഡ് വഴി ഒരു സ്റ്റിച്ചിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്, ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. ക്രേപ്പ് ലൈനിങ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പഫി ആയിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റിച്ച് ലൈൻ കൂടെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും എൻഡ് വഴി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫ്ലീറ്റ്സും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ ലൈനിങ് ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ നമ്മളൊരു സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 3 സൈഡ് നമ്മൾ ഫുൾ അറ്റാച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചിടാം. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, തിരിച്ചിടാം. അതിനുശേഷം 1 സൈഡ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മീൻസ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോവാത്ത 1 സൈഡ് ഫ്രീ ആയിട്ട് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. ഇപ്പോൾ കോർണറൊക്കെ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സ്ക്വയർ ആ ഒരു ഫിനിഷിങ്ങിലാക്കി എടുക്കുക. ഓൾമോസ്റ്റ് നമുക്ക് ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, എഡ്ജും കാര്യങ്ങളും എല്ലാം ഞാൻ ഫിനിഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഫ്ലീറ്റ്സൊക്കെ ഒരേപോലെ നല്ല ഭംഗി വന്നിട്ടുണ്ട്. ഞാനിതിന് പ്രസ് ബട്ടനാണ് കൊടുക്കുന്നത്. പ്രസ് ബട്ടനാണ് അതിന് ബെറ്റർ ഓപ്ഷൻ. പ്രസ് ബട്ടൺ തന്നെയാണ്. ഹുക്സോ അങ്ങനെയുള്ളതൊന്നും കൊടുക്കാതിരിക്കുന്നത് നല്ല, ബിക്കോസ് കുറച്ച് ടൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹുക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിഞ്ഞ് നിൽക്കും. പ്രസ് ബട്ടൺ ആകുമ്പോൾ നമുക്ക് ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ ഞാനൊരു 1 സൈഡ് 3 പ്രസ് ബട്ടൺ വെച്ച് കൊടുത്തേക്കുവാണ്.
അതാകുമ്പോൾ നമുക്ക് ചുളിവോ കാര്യങ്ങളൊന്നും വരില്ല. ആളുടെ വേസ്റ്റ് പക്ക മെഷർമെൻറ്റിൽ ഇരുന്നോളും. അത് ഞാൻ ഹെം ചെയ്തിട്ട് കൊടുത്തു. കണ്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല റെഡി ഒരു വേസ്റ്റ് ബാൻഡ് വാങ്ങുന്ന ഒരു ഫീലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. വൺ സൈഡ് ഞാൻ ഇച്ചിരി വിട്ട് കൂട്ടിയാണ് ചെയ്തേക്കുന്നത്, ബിക്കോസ് കവർ ചെയ്ത് പ്രസ് ചെയ്യാനുള്ള കണ്ടോ ഈ ഒരു വേസ്റ്റ് ബാൻഡാണ് നമ്മൾ ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ട്രിക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് ഇതുപോലുള്ള വീഡിയോസായിട്ട് എത്തിക്കുന്നതായിരിക്കും. ബൈ.